അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇൻഫർമേഷൻ തരാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന രീതിയിലുണ്ടാണ് ഞാൻ ഒരു ചെറിയ ടിപ്പ് വരുന്നത്. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ പല്ലുകളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കാം, നമുക്ക് എങ്ങനെ പല്ലിൽ രോഗങ്ങളൊന്നും വരാതെ കേടൊന്നും ആകാതെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള കുറിച്ചൊരു ചെറിയ വീഡിയോ. മറ്റൊന്നുമല്ല, ഇത് ആക്ച്വലി എല്ലാവരും അറിയാം, ദന്തൽ ഫ്ലോസ് ആണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഓറൽ ബിയുടെ ദന്തൽ ഫ്ലോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ആഴ്ച 2 ദിവസമെങ്കിലും നമ്മുടെ പല്ലിൻ്റെയൊക്കെ ഇടഭാഗങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും അഴുക്കൊന്നും കെട്ടിയിരിക്കാതെ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ബ്രീത്താണെങ്കിൽ തന്നെയും പല്ലാണെങ്കിൽ തന്നെയൊക്കെ നമുക്കൊന്ന് കെയർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് വലിച്ചു കെട്ടി അങ്ങോട്ട് കുളമാക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ഡെമോയിലേക്ക് കിടക്കാം. നമ്മളെ ദന്തൽ ഫ്ലോസ് എടുത്തിട്ട് അതിനകത്ത് ഇവിടെ ത്രെഡുണ്ട്. ഈ ത്രെഡ് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ 2 കൈയിലേക്ക് ഇങ്ങനെ ചുറ്റുക. 2 കൈയിലും ചുറ്റിട്ട് നമ്മൾ അവസാനത്തെ അണപ്പല്ല് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വാതിറക്കുക. അത് കഴിയുമ്പോൾ കൈ നേരെ തിരിച്ചു പിടിക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ പല്ലിടയും ക്ലീൻ ആക്കുക. അതിനുശേഷം നേരെ താഴേക്ക് വരിക, അടിയിൽ വരിക. വേറെ നേരെ തിരിച്ചു പിടിക്കുക. നമ്മുടെ എല്ലാ പല്ലിടയ്ക്കും വളരെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ ത്രെഡ് പിടിക്കുക. എന്നിട്ട് വളരെ നമുക്ക് നല്ല സ്മൂത്തായിരിക്കും. നമ്മുടെ വേസ്റ്റായ ത്രെഡ് നമ്മൾ ടിഷ്യൂലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ നമ്മളിങ്ങനെ കുപ്പിളിച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ പല്ലിടയ്ക്കുന്നും കറക്റ്റായിട്ട് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരും. ദാറ്റ് മീൻ ഒരു അഴുക്കും ഇരിക്കില്ല. അത് ഏറ്റവും നല്ലത് നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യുന്നില്ല. അപ്പോൾ രാത്രി കിടക്കുന്ന ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലടയ്ക്കൊന്നും അഴുക്കൊന്നും കയറിയിരുന്ന് ആ ഒരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. നല്ല ഒരു സ്മൂത്തി സ്മെല്ലായിരിക്കും. ഈവൻ നമ്മൾ മോർണിംഗിലൊക്കെ ആഹാരം കഴിച്ചിട്ട് വീണ്ടും ആഹാരം കഴിച്ച് വെച്ചിരിക്കും. അപ്പം നമ്മൾ അതിന് മുന്നേ ആയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ആഴ്ച 2 ദിവസം ചെയ്താലും മതി. അതിനുശേഷം നല്ല ബ്രഷ് ചെയ്യുക. ബ്രഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ സാറിനെ ആക്കുമല്ലോ, ഇങ്ങനെ സപ്പോസ് ഇങ്ങനെ വെള്ളം എടുക്കുന്നു, നമ്മളിങ്ങനെ നമ്മുടെ വായിൽ നിന്ന് ഓരോ പല്ലടയ്ക്കുന്ന ശക്തിയായിട്ട് വരും. നല്ല ക്ലീനായിരിക്കും. എല്ലാം ട്രൈ ചെയ്യുക. അറിയാവുന്നവർ എന്നെ ചീത്ത വിളിക്കരുത്. ഇതുവരെ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. അതിനൊരു പല്ലിന് കേടുണ്ടാവില്ല. നല്ല ക്ലീൻ ആയിരിക്കും പല്ല്, അല്ലേ? നല്ല സ്മൂത്ത് ആൻഡ് നൈസ് സൂപ്പറായിരിക്കും. ഇതെങ്ങനെയാണ് ഓരോ പല്ലുകളും നല്ല സ്മൂത്തായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഉള്ളത് നമ്മുടെ ഈ വാം വൈറ്റിൻ്റെ കൊണ്ടാണ് ഈ മഞ്ഞ ഷെയ്ഡ് ഫീൽ ചെയ്യുന്നത്. ബട്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അത് സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ വെള്ളം എടുക്കുന്നു. അല്ലേ, നമ്മുടെ ഓരോ പല്ലടയ്ക്കുന്നു ഇങ്ങനെ വെള്ളം നല്ല സ്മൂത്തായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മളെല്ലാവരും ബ്രഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യും. ഓക്കെ, ബ്രഷ് ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രഷിങ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മൾ ഊരിൽ ഇങ്ങനെ പിടിക്കുക. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെപ്പോൾ ബ്രഷ് ചെയ്താലും നമ്മുടെ ഊനിന് അകലം വരത്തില്ല, പല്ലിൽ നിന്ന് ഊന് അകന്നു പോകത്തില്ല. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഊനിങ്ങനെ ഇരിക്കും, നല്ല ക്ലീനായിട്ട്. സോ
നമ്മളതുകൊണ്ട് ബ്രഷ് ചെയ്ത ശേഷം ഇങ്ങനെ ഊന് അമക്കി വേണം. അപ്പോൾ അതിനകത്തുള്ള ഡയർട്ടി എല്ലാം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിമനോഹരമായിട്ട് ഊന് നല്ല കവറായിരിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചീത്ത വിളിക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. നിങ്ങളെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ടിപ്പുമായി വീണ്ടും കാണാം. SP ജേണി. താങ്ക് യു. ബൈ.